ഈർപ്പമുള്ള മണ്ണ്, സമയാസമയങ്ങളിൽ ലഭിക്കുന്ന മഴ, മഞ്ഞ്, വേനൽ തുടങ്ങി പ്രകൃതിദത്തമായ അനുഗ്രഹമാണ് കാർഷിക ഭൂപടത്തിൽ കേരളത്തെ വൈവിധ്യമാക്കുന്നത്. ക്ഷീരോത്പാദന മേഖല, മത്സ്യമേഖല, പക്ഷി മൃഗപരിപാലനം തുടങ്ങിയ മറ്റു മേഖലകളിലെല്ലാം ഉൽപാദനത്തിലും വിപണനത്തിലും കേരളം വൻ കുതിച്ചുകയറ്റം നടത്തുന്നതിനിടയിലാണ് പഴം പച്ചക്കറി മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ കൃഷിവകുപ്പ് തീരുമാനിക്കുന്നത്. പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പലപ്പോഴും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന മലയാള സമൂഹത്തിന് ഒരു പുതിയ മുദ്രാവാക്യവുമായി കൃഷിവകുപ്പ് മുന്നോട്ട് വെച്ചതാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളം അഥവാ VFPCK. വിത്ത് മുതൽ വിപണി വരെ കർഷകർക്കും ഉപഭോക്താവിനുമിടയിൽ വിഷരഹിതമായ മികച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സുപ്രധാന കണ്ണിയായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ VFPCK. 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം കേരള ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ തുടർ സംവിധാനമായി 2001 VFPCKയുടെ ഉദ്ഭവം. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ചെയർമാനായുള്ള VFPCKയുടെ മുഖ്യ ആസ്ഥാനം കൊച്ചിയിൽ കാക്കനാടാണ്. കേരളത്തിലുടനീളമുള്ള 1,80,000 പഴം പച്ചക്കറി കർഷകരാണ് VFPCK സംഘടിപ്പിക്കുന്ന വിവിധ പദ്ധതികളിൽ ഒത്തുചേരുന്നത്. കാർഷിക ഉൽപ്പാദന മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ KHDP എന്ന് പറയുന്ന പ്രസ്ഥാനം നിലവിൽ വരുന്നത്. വിപണനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന രീതിയായിരുന്നു KHDP അവലംബിച്ചിരുന്നത്. നമ്മുടെ കർഷകരെ 15 മുതൽ 20 വരെയുള്ള ഗ്രൂപ്പുകളാക്കി, അല്ലെങ്കിൽ അഥവാ ക്ലസ്റ്ററുകൾ, അന്ന് അതിന് നൽകിയിരുന്ന പേരായിരുന്നു സ്വാശ്രയ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതായത് SHGകൾ എന്ന് ഇന്ന് അറിയപ്പെടുന്ന ആ ഗ്രൂപ്പുകളെ രൂപീകരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പുകൾ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി, ഒരു പ്രൊഡക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് സ്വീകരിച്ചു വന്നത്. പാർട്ടിസിപ്പേറ്ററി അഥവാ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു വികസന പ്രക്രിയയായിരുന്നു KHDPയുടെ മുഖ്യ മുഖമുദ്ര. വിപണനത്തിനായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത്. അതായത് ഈ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന കർഷകർ അവരുടെ കൃഷിയിടത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഒട്ടേറെ ക്ലസ്റ്ററുകൾ ചേർന്ന് രൂപീകരിക്കപ്പെടുന്ന സ്വാശ്രയ വിപണികളിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ആ ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ച് ലേലം ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് അന്ന് സ്വീകരിച്ചിരുന്നത്. ഇന്നും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അനുവർത്തിച്ച് വരുന്ന വിപണന രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് സാധ്യമാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണന രംഗത്ത് ഇടപെട്ടിരുന്ന മധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട് 100% ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിപണന രീതി കൈവരിക്കാനായിട്ട് VFPCക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ചാരിതാർത്ഥ്യകരമായ കാര്യം. 1,71,000 വരുന്ന VFPCക്കിലെ കർഷകരെല്ലാം തന്നെ ഈ കൂട്ടായ്മകളിലൂടെയുള്ള വിപണനത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇത്തരത്തിലുള്ള ഏകദേശം 9,000-ഓളം വരുന്ന സ്വാശ്രയ ഗ്രൂപ്പുകളും 264-ഓളം വരുന്ന വിപണന രീതികൾ അല്ലെങ്കിൽ SKSS അഥവാ സ്വാശ്രയ വിപണികളുമാണ് ഇന്ന് കേരളമൊട്ടാകെ അല്ലെങ്കിൽ 14 ജില്ലകളിലുമായി VFPCയുടെ ഈ പ്രവർത്തനത്തിന് ആക്കം കൂട്ടി നിൽക്കുന്നത്. അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ പഴം പച്ചക്കറി മേഖലയിൽ മാത്രമാണ് VFPCക്ക് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ മേഖലയിൽ കഴിഞ്ഞ വർഷത്തെ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ VFPCയുടെ പ്രവർത്തനം കൊണ്ട് കൃഷിയുടെ മേഖലയിൽ മാത്രമായിട്ട് ഏകദേശം 30 മുതൽ 40% വരെ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഏകദേശം അത്രയും തന്നെ ഇപ്പോൾ പച്ചക്കറിയുടെ കാര്യത്തിലാണെങ്കിൽ 30%-ൽ കൂടുതൽ വിളവ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മരങ്ങളെയും ചെടികളെയും സ്നേഹിക്കുക, പാട്ടിനൊപ്പം കൃഷിയെ പരിപാലിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്ക കർഷകന്റെ കേവല സെന്റിമെന്റ്സിനപ്പുറം വിപണി എന്ന മഹാസത്യം കർഷക സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു VFPCKയുടെ പ്രഥമ ദൗത്യം. അതിനായി
14 ജില്ലകളിലായി മിടുക്കന്മാരായ കൃഷി ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കർഷകർ അംഗങ്ങളായ കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ VFPCKയുടെ തന്നെ വിപണിയിൽ മാർക്കറ്റ് വില ഉറപ്പാക്കുന്ന പുതിയ തന്ത്രം ആവിഷ്കരിച്ചു. VFPCK വന്നതിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. കാരണം ഈ ആദ്യം അവർ വീടുകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാട്ടത്തിനടുത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ പരിസരത്ത് കാണുന്ന കടകളിലും മാർക്കറ്റുകളിലും ഒരു തുച്ഛമായ വിലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. VFPCK നിലവിൽ വന്നതിന് ശേഷം അത് മാന്യമായ വിലക്ക് ഇതിന് കച്ചവടക്കാരുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് കച്ചവടക്കാർ എത്താൻ തുടങ്ങി. ലേലം ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ കർഷകർക്ക് മാന്യമായ വില കിട്ടാൻ തുടങ്ങി. പരിസരത്തുള്ള കടക്കാരെയൊക്കെ അവർ ഉപേക്ഷിച്ച് മാർക്കറ്റിൽ തന്നെ സ്ഥാനങ്ങൾ എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ കടക്കാരും ഈ ആദ്യം കൊടുത്തുകൊണ്ടിരുന്ന കടക്കാരും മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വിളിക്കുമ്പോൾ അവർക്കും മാന്യമായ വില ഈ കർഷകന് കിട്ടുന്നു, കച്ചവടക്കാരനും വില കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇടത്തട്ടുകാരെ ഒഴിവാക്കി തീർത്തും മാർക്കറ്റിൽ കൊണ്ട് നമ്മൾ ഇടത്തട്ടുകാർക്കാണ് കൊടുക്കുന്നത്. ആ സാധനങ്ങളുടെ മാർക്കറ്റ് കാശ്, വണ്ടിക്കാശ്, പിന്നെ കമ്മീഷൻ കാശ്, പിന്നെ അവർ പറയുന്ന വിലയായിരുന്നു. പക്ഷേ VFPCK മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം അത്ര ഒരു പ്രവണതയില്ല. അതായത് കർഷകന് അവൻ്റെ താല്പര്യപ്പെട്ട വിലയ്ക്ക്, അതല്ലെങ്കിൽ അവന് തിരിച്ചു കൊണ്ടുപോകാം. അതാരും ഒരു ട്രാൻസ്പോർട്ടിങ്ങോ അതല്ലെങ്കിൽ യൂണിയൻ കാശോ അതല്ലെങ്കിൽ ഇത് മറ്റ് കമ്മീഷൻ കാശോ ഇതൊന്നും ഇവിടെ വരില്ല. അവർക്ക് വിലയും കൊണ്ടായിരുന്നെങ്കിൽ തിരിച്ചു കൊണ്ടുപോകുന്നൊരു അവസ്ഥയുള്ളൂ. ആരും അതിനെ തടയില്ല. മറിച്ച് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റി ഇവിടെ നിലവിലൊരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി മാന്യമായ വിലയ്ക്ക് ഈ മാർക്കറ്റ് വിലയിൽ കുറയാതെ കണ്ട് പരമാവധി അത് വിൽക്കാൻ ശ്രമിക്കും. കർഷക കൂട്ടായ്മയുടെ ഇത്തരം 8750 സ്വാശ്രയ സംഘങ്ങളും 260-ൽ പരം വിപണികളും ഇപ്പോൾ നിലവിലുണ്ട്. ഇവിടേക്ക് പുതുതായി എത്തിച്ചേരുന്ന കർഷകർ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ പുതിയ പുതിയ യൂണിറ്റുകൾ ഉണ്ടാക്കുന്നു. ഈ രീതിയിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ മാർക്കറ്റാണ് പെരുമ്പാവൂരിനടുത്ത വെങ്ങോല വിപണി. പ്രതിദിനം 1 ലക്ഷം രൂപയുടെ വിറ്റുവരവുള്ള എല്ലാത്തരം നാടൻ പഴങ്ങളും പച്ചക്കറികളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. VFPCKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കൂട്ടായ വിപണനം. സ്വാശ്രയ കർഷക സമിതികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിപണന സംവിധാനം ഇന്ത്യൻ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. കൃഷിക്കാരുടെ സ്വാശ്രയ സംഘങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മാസ്റ്റർ കർഷകരാണ് ഈ സ്വാശ്രയ കർഷക സമിതിയുടെ ഭരണസമിതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. VFPCK ഉദ്യോഗസ്ഥർ ഈ ഭരണസമിതിയുടെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. മാർക്കറ്റ് ദിവസങ്ങളിൽ കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുവാനും കച്ചവടക്കാർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്ത് വാങ്ങുവാനുമുള്ള സംവിധാനം ഇവിടെ ലഭ്യമാണ്. ഉൽപ്പന്ന വിലയുടെ 5% ഈ മാർക്കറ്റിൻ്റെ നടത്തിപ്പിലേക്കായി എടുക്കുകയും അത് നടത്തിപ്പ് ചെലവ് കഴിച്ച് വർഷാവസാനം ഈ തുകയുടെ ബാക്കി കൃഷിക്കാർക്ക് തന്നെ വിതരണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. VFPCKയുടെ കാക്കനാട് യൂണിറ്റിൽ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വില അറിയാനും അറിയിക്കാനുമായി ഒരു കമ്പോള നിലവാര യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മാറി മാറി വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വില ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക നിലവാരം പുലർത്തുന്ന ഈ യൂണിറ്റിലൂടെ കേരളത്തിലെ മുഴുവൻ വിപണികളെയും അപ്പോഴപ്പോഴായി അറിയിക്കുന്നു. ഇടനിലക്കാരുടെ ഊഹക്കച്ചവടത്തിന്റെ പിടിയിലമർന്ന കർഷകർക്ക് വലിയ ആശ്വാസമാകുകയാണ് VFPCKയുടെ ഈ സമ്പ്രദായം. ട്രഡീഷണലായിട്ടുള്ള രീതിയായിരുന്നു നമ്മൾ VFPCK വരുന്നതിന് മുമ്പ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ നമ്മൾ ഇവർക്ക് ട്രെയിനിങ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ പറയുന്ന രീതിയിലേക്ക് മാറാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പുതിയ നമ്മൾ ഏതെങ്കിലും കൃഷി വന്നു കഴിഞ്ഞാൽ പുതിയ ഇപ്പം നമ്മൾ നോൾക്കോള് അങ്ങനെ പുതിയ ഫാമേഴ്സിനെ കൊണ്ടുള്ള ട്രയൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ മറ്റുള്ള കർഷകർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ഇവിടെ വന്നിപ്പോൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഇപ്പോൾ ഞാനില്ലെങ്കിൽ പോലും അവർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു കെൽപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവരത്
മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. VFSCയുടെ ഒരു ഭാഗമാണ് ട്രെയിനിങ്സ് എന്ന് പറയുന്നത്. പിന്നെ പുതിയ കാര്യങ്ങൾ എന്ത് നമുക്ക് അറിവ് കിട്ടിയാലും അത് കർഷകരുടെ ഇടയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒന്നിൽ ഗ്രൂപ്പ് ആയിട്ട് വിളിച്ചിട്ട് അവർ ട്രെയിനിങ്സ് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ വിപണിയിൽ മാസ്റ്റർ കർഷകരെ വിളിച്ചിട്ട് നമ്മളത് ട്രെയിനിങ്സ് കൊടുക്കും. അതുപോലെ പുതിയ കാര്യങ്ങളെക്കുറിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് മാസ്റ്റർ കർഷകൻ്റെ ഒരു ടൂർ വെച്ചിട്ട്, സ്റ്റഡി ടൂർ വെച്ചിട്ട് അവിടെ ഏതവിടെ കാണാൻ അവർക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് കൊണ്ടുപോയി അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ആ രീതിയിലേക്ക് വരാനും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പോളി ഹൗസ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ പ്രസിഡൻറ്റ് KM ഇബ്രാഹിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളെ കൊണ്ടുപോയി നമ്മൾ ട്രെയിനിങ്സ് കോഴിക്കോട് കൊടുത്തു. ആളത് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം വിളവെടുത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ വിപണി വരുന്നതിന് മുമ്പ് കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് ഇപ്പം നല്ല ഏച്ചക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ള ചക്ക, അതിനിപ്പോൾ നമുക്ക് 10 രൂപ കിട്ടുന്നതെങ്കിൽ അതിൽ താഴെയുള്ള ബി ചക്ക ഒരു 5 രൂപ വിലയുണ്ട്. അതിൽ താഴെയുള്ള സി ചക്കയ്ക്ക് 2 രൂപ. അങ്ങനെ പപ്പാതിയെ കീഴ്ച്ചാണ് അവരിടുന്നത്. വിപണി വന്നതിന് ശേഷം ഇവിടെ ലേലം നടക്കുമ്പോൾ നല്ല ചക്കയ്ക്ക് ഈ 10 രൂപ വിലയാണെങ്കിൽ ഈ അത് താഴെയുള്ളതൊക്കെ ചിലപ്പോൾ 9 രൂപയ്ക്കോ 8 രൂപയ്ക്കോ പോകും. അപ്പോൾ കൂടുതൽ മെച്ചം നമുക്ക് ഇങ്ങനെയുള്ള വിപണി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ വരുമാനം. അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ വലിയ ദോഷമില്ലാത്ത രീതിയിൽ പോകുന്നു. ചുരുക്കം ചില മാർക്കറ്റുകൾ ദിവസങ്ങളിൽ വില താഴെ പോകുന്നു. യൂണിറ്റുകളിൽ മാർക്കറ്റ് വില അറിയുന്നതോടെ വിപണി സജീവമാകുകയാണ്. വിൽക്കുന്നവനും വാങ്ങുന്നവനും ഒരേപോലെ നേട്ടമുണ്ടാകുന്ന ഇത്തരം വിപണികൾ കേരളത്തിന്റെ കാർഷിക കൂട്ടായ്മയുടെ വിജയമാകുന്നു. KSFE ഭാഗ്യശ്രേയസ് ചിട്ടികളുള്ളപ്പോൾ സ്വന്തമായി ഒരു വീട്, കാറ് ഇതൊന്നും സ്വപ്നങ്ങളാവില്ല. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അരുമ പക്ഷികളുടെയും വളർത്തുമൃഗങ്ങളുടെയും പരിപാലനത്തിൽ പരിശീലനം. ഷിറ്റാക്കി വളർത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്റർ അരുമ പക്ഷികളുടെയും വളർത്തുമൃഗങ്ങളുടെയും പരിപാലനത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ജനുവരി 29-30 തീയതികളിലാണ് പരിശീലനം. ലാഭകരമായ ഒരു തൊഴിലായി അരുമപക്ഷി മൃഗ പരിപാലനം സ്വീകരിക്കുവാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പരിശീലന ഫീസ് 1000 രൂപ. വിശദ വിവരങ്ങൾക്ക് ഡോക്ടർ അനി എസ് ദാസ്, അസോസിയേറ്റ് പ്രൊഫസർ, KAU, മണ്ണുത്തി. ഫോൺ 8111831561. മറ്റൊരു നമ്പർ 0487 23707773. മെയിൽ ID aniesdas@gmail.com. കോൾ നിലങ്ങളിൽ ഇലപ്പേനിന്റെ ആക്രമണം വ്യാപകമായി കാണുന്നു. ഞാറ്റടിയിൽ വെള്ളം കയറ്റി നിർത്തുന്നത് ആക്രമണം കുറയ്ക്കാൻ സഹായിക്കും.
ആക്രമണം രൂക്ഷമായാൽ ഇമിഡാക്ലോപ്രൈഡ് 3 മില്ലി, തയോമെത്തോക്സാം 2 ഗ്രാം, അസറ്റമിപ്രൈഡ് 2 ഗ്രാം ഇവയിലൊന്ന് 10 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ഇലകളിൽ തളിക്കുക. പച്ചക്കറികളുടെ ഇലകളിൽ തളിക്കേണ്ട സൂക്ഷ്മവളമായ വെജിറ്റബിൾ ടോപ്പപ്പും വാഴയുടെ ഇലകളിൽ തളിക്കേണ്ട ബനാന ടോപ്പപ്പും എറണാകുളത്തെ ഞാറയ്ക്കലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ സാങ്കേതിക വിദ്യ അനുസരിച്ച് തയ്യാറാക്കിയ ഇവ വളർച്ച വർദ്ധിപ്പിക്കുവാനും പൂകൊഴിച്ചിൽ ഇല്ലാതാക്കുവാനും കായ്പിടുത്തം കൂട്ടുവാനും സഹായിക്കും. വിശദവിവരങ്ങൾക്ക് 0484 249 2450. വിലയേറിയ ഔഷധക്കൂണായ ഷിറ്റാക്കി വളർത്തുന്നതിനുള്ള സാങ്കേതികവിദ്യ ബാംഗ്ലൂരിലെ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തു. ദക്ഷിണേന്ത്യയിൽ വളർത്തുന്നതിനുള്ള മികച്ച ഷിറ്റാക്കി ഇനവും ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചു. വിശദവിവരങ്ങൾക്ക് meera@iihr.ernet.in എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക. കോഴിക്കോട് പെരുവണ്ണാമൊഴിയിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജനുവരി 20 മുതൽ 23 വരെ അലങ്കാര മത്സ്യകൃഷിയിൽ പരിശീലനം നടത്തുന്നു. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ നമ്പർ 0496 2666041, മറ്റൊരു നമ്പർ 9496 134220. വിഷവിമുക്ത പച്ചക്കറികൾ പൊതുജനങ്ങൾക്ക് നൽകുവാൻ കൃഷിവകുപ്പ് കോട്ടയം ജില്ലയിൽ ലേല വിപണി ആരംഭിച്ചു. കർഷകരുടെ വിഷവിമുക്ത പച്ചക്കറികൾക്ക് നല്ല വില ലഭ്യമാക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് വിപണി ആരംഭിച്ചത്. കോട്ടയത്തെ കുറുപ്പന്തറയിൽ ബുധൻ ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 4 മണി മുതലും പാമ്പാടിയിലും കൂരോപ്പടയിലും ബുധനാഴ്ച രാവിലെ 11 മണി മുതലും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ മാമൂട്ടിൽ രാവിലെ 11 മണി മുതലുമാണ് ലേല വിപണി. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,750 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശൂർ 13,850 രൂപ. കൊപ്ര കൊച്ചി 9,180 രൂപ, കോഴിക്കോട് 10,050 രൂപ, തൃശൂർ 9,290 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബെസ്റ്റ് 22,000 രൂപ, മഞ്ഞൾ സേലം 7,800 രൂപ, മഞ്ഞൾ ഈറോഡ് 8,400 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 19,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,100 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,200 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,750 രൂപ, കൊപ്ര 9,180 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബെസ്റ്റ് 22,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 17,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 280-നും 300-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 490-നും 525-നും മധ്യേ, ജാതിപത്രി 775-നും 800-നും മധ്യേ, ഗ്രാമ്പു 1,005 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,100 രൂപ, ഒട്ടുപാൽ 7,900, ലാറ്റക്സ് 7,900. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 21.4. കൊച്ചി 31.6, 21.4. ആലപ്പുഴ 31.2, 21.4. പുനലൂർ 32.2, 19. തിരുവനന്തപുരം 32.7, 20.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.